ട്രോളിംഗ് നിരോധനം പ്രാബല്യത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ മീനിന്റെ വില കുതിച്ചുയർന്നു. മത്തി ഉൾപ്പെടെയുള്ള മീൻ പ്രേമികൾക്ക് ഇഷ്ടമുള്ള മീനുകൾക്ക് വലിയ വിലയാണിപ്പോൾ. 12 വർഷങ്ങൾക്ക് ശേഷം വലിയ മത്തി കേരള തീരത്ത് നിന്ന് ലഭിച്ചു തുടങ്ങിയെന്ന പ്രത്യേകതയും ഇത്തവണയുണ്ട്. രണ്ടാഴ്ച മുമ്പ് 200 രൂപയുണ്ടായിരുന്ന മത്തിക്ക് ഇപ്പോൾ 380 രൂപയാണ്. കിലോയ്ക്ക് 40 രൂപ മുതൽ 50 രൂപ വരെയാണ് മറ്റു മീനുകൾക്കുണ്ടായ വില വർധന. അയലയ്ക്ക് 340 മുതൽ 380 രൂപ വരെ കിലോയ്ക്ക് വിലയുണ്ട്. വലിപ്പത്തിനനുസരിച്ച് വിലയിൽ വ്യത്യാസം വരും. കിളിമീനിന്, അതായത് ഈ ചുമന്ന മീനുണ്ടല്ലോ, അതിന് 360 രൂപയായി. വലിപ്പത്തിനനുസരിച്ച് അതിൻ്റെയും വില മാറും. അതേസമയം മണ്ണെണ്ണ വില വർധന, മത്സ്യക്ഷാമം, മത്സ്യബന്ധന ഉപകരണങ്ങൾ നശിക്കുന്നത്, ഇതൊക്കെ കാരണം ആകെ ദുരിതത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ. കടം വാങ്ങി വള്ളം ഇറക്കിയാൽ ആകെ ലഭിക്കുന്നത് 300 രൂപ മാത്രമാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. ഒരു വള്ളം ഇറക്കുമ്പോൾ 30,000 രൂപയാണ് ചെലവാകുന്നത്. ലഭിക്കുന്നത് ആകെ 40,000 രൂപ മാത്രം. വള്ളം ഇറക്കിയാൽ പലപ്പോഴും ഡോൾഫിൻ, കടൽമാക്രി എന്നിവയുടെ ശല്യം കാരണം വലകൾ കീറുന്നതും പതിവാണെന്ന് മത്സ്യത്തൊഴിലാളികൾ തന്നെ പങ്കുവയ്ക്കുന്നു. സംസ്ഥാനത്ത് 1630 ഇൻബോർഡ് വള്ളങ്ങളും 600ഓളം ഔട്ട്ബോർഡ് വള്ളങ്ങളുമാണുള്ളത്. ഓരോ വള്ളത്തിലും 50ഓളം തൊഴിലാളികളാണ് മത്സ്യബന്ധനത്തിന് പോകുന്നത്. മത്സ്യലഭ്യത കുറഞ്ഞതും തൊഴിലാളി ക്ഷാമവും ഇന്ധനച്ചെലവിന്റെ വർധനയുമാണ് വിലക്കയറ്റത്തിന്റെ മറ്റൊരു പ്രധാന കാരണമായി മത്സ്യത്തൊഴിലാളികളും വ്യാപാരികളും ചൂണ്ടിക്കാട്ടുന്നത്. ഡീസൽ വില ഉയർന്നതിനെ തുടർന്ന് പ്രവർത്തന ചെലവ് കുത്തനെ വർദ്ധിച്ചതും ബോട്ടുടമകൾക്ക് തിരിച്ചടിയായി. കൂടാതെ കാലാവസ്ഥാ വ്യതിയാനം, അതുപോലെ തന്നെ കടലിലെ മത്സ്യം കുറയുന്നതും വില വർധനയ്ക്ക് കാരണമായിട്ടുണ്ട്. മുന്നറിയിപ്പുകൾ കാരണം കടലിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഇതോടെ മത്സ്യബന്ധന ബോട്ടുകളുടെ എണ്ണം കുറഞ്ഞു. ലിറ്ററിന് 103 രൂപയായിരുന്ന മണ്ണെണ്ണ വില ഇപ്പോൾ 165 രൂപയിൽ എത്തി നിൽക്കുന്നു. ഒരു വള്ളത്തിന് ലഭിക്കുന്നത് മാസത്തിൽ 129 മുതൽ 179 ലിറ്റർ മണ്ണെണ്ണ മാത്രമാണ്. എന്നാൽ ഒരു ദിവസം ശരാശരി വേണ്ടത് 300 ലിറ്റർ മണ്ണെണ്ണയാണ്. ബാക്കി മണ്ണെണ്ണ കരിഞ്ചന്തയിൽ നിന്നാണ് വാങ്ങുന്നത്. അതിന് ഇരട്ടി വിലയും കൊടുക്കണം. മത്സ്യക്ഷാമം, മണ്ണെണ്ണ വില വർധന, മത്സ്യബന്ധന ഉപകരണങ്ങൾ നശിക്കുന്നത് തുടങ്ങിയവ കാരണം മത്സ്യബന്ധന മേഖല വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഈ മേഖലയിലെ പുരോഗതിക്ക് സർക്കാരുകൾ നടപടിയെടുക്കണം.